മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 5-ൻ്റെ സ്റ്റാൻഡേർഡ് 5-ൻ്റെ 5-ാമത്തെ ചാപ്റ്ററിൻ്റെ 1-ാം ഭാഗം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അത് കുറച്ച് വിശദമായിട്ട് ക്ലാസ് പോയത് കൊണ്ടാണ് 1-ാം ഭാഗത്തിൽ ഇത് ഒതുങ്ങാതെ പോയത്. ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് 2-ാം ഭാഗമാണ്. ഈ 2-ാം ഭാഗത്തിൽ അതിൽ വരുന്ന എല്ലാ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഉള്ളത് ഈ 2-ാമത്തെ ഭാഗത്തിലാണ്, പാർട്ട് 2-ലാണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പേജ് നമ്പർ 61-ത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. നമ്മുടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ആ സ്ക്വയറിൽ 3 സെന്റിമീറ്ററുള്ള ഒരു സ്ക്വയറാണ് നിങ്ങൾക്ക് വരച്ചിട്ടുള്ളത്. ആ വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഭാഗത്ത് നിന്ന് 1 സെന്റിമീറ്റർ വിട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വര നേരെ താഴോട്ട് വരച്ചിട്ടുണ്ട്. 1 സെന്റിമീറ്റർ വിട്ടിട്ട് ഒരു വരയും വരച്ചിട്ടുണ്ട്. ഈ ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഈ ചെറിയ ചതുരം റെക്റ്റാങ്കിൾ, ഈ സ്മോൾ റെക്റ്റാങ്കിള് ഈ ആകെയുള്ള ഇതിന്റെ എത്ര പാർട്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇത് നിങ്ങളുടെ വീട്ടിലത്തെ വലിയൊരു കേക്കാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വലിയൊരു ചോക്ലേറ്റിന്റെ അങ്ങനെ എന്നൊക്കെ വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിവിടെ ഒരു കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ഈ ചെറുത് ആകെയുള്ളതിന്റെ എത്ര പാർട്ട് വരും എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ആകെ അറിയേണ്ടത്? എത്ര പാർട്ട് ഉണ്ടെന്ന് അറിയാൻ ഇത് എത്രയാണുള്ളത്? 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ആണ് എല്ലാം. ഇതും 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയുണ്ട്? 1 സെന്റിമീറ്റർ ആണ്. അപ്പോ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്രയുണ്ട്? 3 ഉണ്ട്. ഇവിടുന്ന് ഇവിടത്തേക്ക് 3 സെന്റിമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ഇവിടത്തേക്ക് 3 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ 1 സെന്റിമീറ്റർ ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെയുള്ള ഒന്നും കൂടി ഇങ്ങോട്ട് വരക്കാൻ പറ്റില്ലേ? നമുക്ക് വരക്കാൻ പറ്റും. അപ്പൊ എത്രയായി? 1 2 3 ഒരേപോലെ ആയിരിക്കില്ലേ? എന്തുകൊണ്ട്? ഇതും 1 സെന്റിമീറ്റർ, ഇതും 1 സെന്റിമീറ്റർ, ഇതും 1 സെന്റിമീറ്റർ, 3 ഓരോ സെന്റിമീറ്റർ ആണല്ലോ. അപ്പോ എന്ത് പറയാൻ പറ്റും? ഈ ഭാഗം എത്രയുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ? ആകെയുള്ളതിന് എത്ര പാർട്ടാക്കി? നമ്മൾ 3 പാർട്ടാക്കി. അതിൽ എത്ര എണ്ണമാണ് നമ്മളോട് ചോദിച്ചത്? 1. അപ്പൊ 1/3 അല്ലെങ്കിൽ 1/3 അല്ലെങ്കിൽ 3-ൽ 1 ആണ് അതിന്റെ ആൻസർ വരല്. അപ്പൊ ഒന്നാമത്തെ ആൻസർ വരല് 3-ൽ 1 അല്ലെങ്കിൽ 1/3. ചെറിയ ചതുരം സമചതുരത്തിന്റെ എത്ര ഭാഗമാണെന്നാണ്. അതായത് സ്മോൾ റെക്റ്റാങ്കിള് സ്ക്വയറിന്റെ എത്ര പാർട്ട് ആണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഒന്നാമത്തെ ഉത്തരം നമുക്ക് കിട്ടി 1/3. ഓക്കെ, ചെയ്തല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയ ചതുരമോ, അതായത് ഇവിടെ കാണുന്ന ലാർജ് വലിയ ബിഗ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ചോദ്യം എങ്ങനെ ഉണ്ടായത്? ഒന്നും കൂടെ ഞാൻ ആ ചിത്രം വരക്കാം. ഇങ്ങനെ ചിത്രം വരച്ചിട്ട് ഈസിയാണ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് 1 തന്നിട്ടുണ്ട്, ഇത് 1 എന്ന് തന്നിട്ടുണ്ട്, ഇത് 1. ടോട്ടൽ എത്രയുണ്ട്? 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് നേരത്തെ കിട്ടി 1/3 എന്ന് പറയുന്ന കിട്ടി, 3-ൽ ഒരു ഭാഗം കിട്ടി. ഇനി ചോദിക്കുന്നത് ഇത് എത്ര ഭാഗം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ 3 ആണ്. 3 ഇതേ ചിത്രം തന്നെയാണ് ഇവിടെയും വരച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഈ വലുത് എത്ര ഭാഗമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. ഇതും തുല്യല്ലേ? അപ്പൊ എത്ര ഭാഗമുണ്ട്? ആകെ എത്ര ഭാഗമാക്കി? നമ്മള് 3 ഭാഗമാക്കി. ആ 3 ഭാഗത്തിൽ വലുത് എത്ര വരുന്നത്? 2 എണ്ണം. അപ്പൊ രണ്ടാമത്തെ ആൻസർ നമുക്ക് എത്ര കിട്ടും? 3-ൽ 2 അല്ലെങ്കിൽ 2/3 എന്ന് പറയും. അതായത് 3 ടോട്ടൽ പാർട്ട് ആക്കി കഴിഞ്ഞാൽ അത് 2 എണ്ണമാണ് എവിടെ വരുന്നത്? വലുതായിട്ട് വരുന്നത്. അപ്പൊ ഈ 2 എണ്ണം എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ മറുപടി ഇതിന്റെ സൈഡ് 3 സെന്റിമീറ്റർ ആണ്, 3 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ നീളം 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടുന്ന് 1 ഇവിടുന്ന് 1 3 എണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 3 എണ്ണമായിട്ട് ഓരോന്നും വീതമുള്ള 3 കഷ്ണാക്കാൻ പറ്റുമല്ലോ. അപ്പൊ എന്തായി? ഇതെത്ര വരും? 3-ൽ 2 വരും. ഇത് 3-ൽ 1. അപ്പൊ രണ്ടാമത്തെ ആൻസർ 2/3. വലിയ ചതുരമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ വലിയ ചതുരം എത്ര പാർട്ട് വരുന്നുണ്ട് നോക്കിയാൽ പറയാൻ പറ്റില്ലേ? ഇതല്ലേ വലിയ റെക്റ്റാങ്കിൾ. അപ്പൊ അത് എത്ര വരുന്നുണ്ട്? ഈ ആകെ വരുമ്പോൾ എത്ര വരുന്നുണ്ട്? 3-ൽ 2 പാർട്ട് അത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ആയി. മൂന്നാമത്തെ ചോദ്യം 1/3 ഭാഗത്തിന് ചുവപ്പ് നിറവും 2/3 ഭാഗത്തിന് പച്ച നിറവും കൊടുക്കുക.
അത് നിങ്ങൾക്ക് ഈസി ആയി ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇതിന് കളർ കൊടുക്കുക. അപ്പോൾ ഇതിന് പച്ച കളർ കൊടുക്കുക, ഇതിന് ചുവന്ന കളർ കൊടുക്കുക. ഇത് റെഡ് കളർ അല്ലേ, 1/3 ഭാഗത്തിന് റെഡ്. ഇതിന് നിങ്ങൾ റെഡ് കളർ കൊടുക്കുക, ചുവന്ന കളർ കൊടുക്കുക. ഇതിന് എന്ത് കൊടുക്കുക? ഗ്രീൻ കളർ കൊടുക്കുക. അത് പിന്നെ ചെയ്യേണ്ട വർക്കാണ്, അത് നിങ്ങൾ ചെയ്തു വെക്കുക. ഇനി അടുത്തത്, വേറെ ഏതെങ്കിലും രീതിയിൽ സമചതുരത്തിനെ 1/3 2/3 ആയി ഭാഗിക്കാമോ? വേറെ ഏതെങ്കിലും രീതിയിൽ ഭാഗിക്കാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ എന്താണ് ഇവരെങ്ങനെയാണ് ഭാഗിച്ചിട്ടുള്ളത്, പാർട്ടാക്കിയിട്ടുള്ളത്? എങ്ങനെയാണ് ഇവർ പാർട്ടാക്കിയിട്ടുള്ളത്? ഇങ്ങനെയാണ് പാർട്ടാക്കിയിട്ടുള്ളത് അല്ലേ? നമുക്ക് അങ്ങനെ തന്നെ പാർട്ടാക്കണമെന്നുണ്ടോ? ഇല്ല. നമുക്ക് വേറൊരു തരത്തിൽ വരക്കാം. എങ്ങനെ വരക്കാം? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1 2 3 നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തത് പെയിന്റ് അടിക്കലാണ്. ഇതാണ് മൂന്നാമത്തത്. നാലാമത്തതാണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്. നാലാമത്തത് എന്താണ്? ഇതേമാതിരിയുള്ള 3 3 എല്ലാ സ്ഥലത്തും 3 3 ഉള്ളത്. ഓക്കെ, ഇവിടെ ഇങ്ങനെയല്ലേ വരച്ചത്, അതിന് പകരം ഇതും 3 ഉള്ളത്. 3 ഉണ്ടാകുമ്പോൾ ഒരു വര നമുക്ക് ഇങ്ങനെ വരച്ചൂടെ? ഇവിടെ 1 വരച്ചൂടെ? 1 വെച്ചിട്ട് ഇവിടെ 1 വെച്ചിട്ട് ഇവിടുന്ന് അടുത്തേക്ക് 1 വെച്ചിട്ട് 1 വരയ്ക്കാം. വേറെ നമുക്ക് ഇതേമാതിരി വരച്ചൂടെ? 1 വരച്ചൂടെ? ഇത് 1 ഇത് 1. അപ്പോ ഈ ഭാഗം എത്ര വരും? ഈ ഭാഗം നമുക്ക് എത്ര കിട്ടും? 1/3 കിട്ടും. ഈ മേലത്തെ ഭാഗം 1/3. ഈ ഭാഗം ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2/3 എന്ന് പറയുന്നത്. ഈ രണ്ട് വെള്ളയും ചേർന്നാൽ, ഈ 2 വൈറ്റ് ചേർന്നാൽ എത്ര കിട്ടും? 2/3 കിട്ടും. 2/3. ഏത്? ഈ 2 വൈറ്റും കൂടെ ചേർന്നാൽ. ഇത് മാത്രം ചേർന്നാൽ എത്ര കിട്ടും? 1/3. ഇത് മാത്രം എത്ര വരും? 1/3. 3ൽ 1. ഡൗട്ട് ഇല്ലല്ലോ? 3ൽ 1. കാരണം ഇത് ഇങ്ങനെ ഭാഗിച്ചു, ഇതെങ്ങനെ ഭാഗിച്ചു? നേരെ തിരിച്ചിട്ട് ഈ തരത്തിൽ ഭാഗിച്ചു. അപ്പോൾ നമുക്ക് ആൻസർ ആയല്ലോ. ഓക്കെ, കൃത്യമായി മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി അതിലത്തെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി പറയുന്നത്. അതേ പേജിൽ തന്നെയുള്ള ചോദ്യമാണ്. അതേ പേജ് എന്താണ്? ഇങ്ങനെ ഒരു ചതുരം വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദ്യം നോക്കട്ടെ. ഓക്കെ 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 ഇങ്ങനെ ഒരു ചതുരം എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ. ഇങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ദാ ഇതിന്റെ നീളം ഇതിന്റെ നീളം ലെങ്ത് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണേ. ഇനി എന്താണ് പറഞ്ഞറിയോ? ഇതിന്റെ 2/3 ഭാഗത്തിന് പച്ച നിറവും 1/3 ഭാഗത്തിന് ചുവപ്പ് നിറവും കൊടുക്കുക. അപ്പൊ 2/3 ഭാഗത്തിന് പച്ച നിറം ഗ്രീൻ കളർ കൊടുക്കണം. 1/3 പാർട്ടിന് ഏത് കളർ കൊടുക്കണം? 1/3 പാർട്ടിന് റെഡ് കൊടുക്കണം. റെഡ് ചുവന്ന കളർ. ഇത് പച്ച കൊടുക്കണം, റെഡ് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് 1/3 2/3 ഇതിൽ കണ്ടുപിടിക്കണം വേണ്ടേ? ഇത് എത്രയാണുള്ളത്? 3 ആണുള്ളത്. ഇത് 3 ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിന് എത്ര ഒരേപോലെ പാർട്ടാക്കാൻ പറ്റും? 3 പാർട്ടാക്കി മാറ്റിക്കൂടെ? ഇവിടെ 3 ഉണ്ടായതുകൊണ്ട് അതിനെ 3 പാർട്ടാക്കി മാറ്റാൻ എളുപ്പമാണ്. കാരണം എന്താ? 3 × 1 അല്ലേ 3. അപ്പൊ 1 വെച്ചിട്ട് നമുക്ക് പാർട്ടാക്കിക്കൂടെ? അപ്പൊ എന്ത് ചെയ്യാ? ഇവിടുന്ന് ഇവിടത്തേക്ക് 1, ഇവിടത്തേക്ക് 1 എടുക്കുക ഒരേമാതിരി. ഇതിപ്പോ 3 സെന്റിമീറ്റർ ആണ് നിങ്ങൾ വരക്കുന്നതെങ്കിൽ ഇവിടത്തേക്ക് 1 സെന്റിമീറ്റർ എടുക്കുക, ഇവിടത്തേക്ക് 1 സെന്റിമീറ്റർ എടുക്കുക. ഈ 1 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു വര വരക്കുക, ഈ 1 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു വര എടുക്കുക. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തിന് നമ്മൾ എങ്ങനെയാണ് പറയാ? ഈ ഭാഗത്തിന് എങ്ങനെയാ പറയാ? ടോട്ടൽ എത്ര പാർട്ടാക്കി? 3 പാർട്ട്. ഇത് ഷെയ്ഡ് ചെയ്ത് എത്ര പാർട്ട്? 1 പാർട്ട്. 1/3 പാർട്ട്. ഇനി ഈ 2 വെള്ള അപ്പൊ എത്ര വരും? ഈ 2 വൈറ്റ് കാണുന്നത് എത്ര വരും? ഇതും 1/3 വരും, ഇതും 1/3 വരും. അപ്പൊ ടോട്ടൽ ഇത് എത്ര വരും? 2/3 2/3 വരും. അപ്പൊ ഈ ഭാഗം എത്ര വരും? 2/3. ഡൗട്ട് ഇല്ലല്ലോ? ഇത് 1/3 അല്ലേ? 3ൽ 1 അല്ലേ ഇത് കിട്ടുന്നത്? ഇത് 3ൽ 1, ഇത് 3ൽ 1. അപ്പൊ ടോട്ടൽ എത്ര വരും? ഇതാകെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കൊടുത്തത് എത്ര വരും? 3ൽ 2 വരും. 2 വരും. കാരണം 2 എടുത്തു, ഇതും കൂടി നമ്മൾ എടുത്തു. അപ്പൊ 3ൽ 2 എടുത്തു, ഇത് 3ൽ 1 എടുത്തു. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ എന്ത് ചെയ്യാം? 3ൽ 2ന് ഗ്രീൻ. ഈ 2 ഉള്ളതിന് ഗ്രീൻ പച്ച കളർ കൊടുക്കുക. ഈ താഴത്തതിന് എന്ത് കളർ കൊടുക്കുക? റെഡ് കളർ കൊടുക്കുക. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഇനി ഇങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടോ? നോ. എന്ത് ചെയ്താൽ മതി? ഇതാ വേറൊരു വഴിയുണ്ട്. നിങ്ങൾ മിടുക്കന്മാർ അതൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. ഇത് 3 ആണ്, ഇത് 6 ആണ്. ഇപ്പൊ 3 ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 3 ആയതുകൊണ്ട് 1 1 1 എടുത്തു.
ഞാൻ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് വെച്ചോ, 6 ഇല്ലേ, 6ന്റെ നിനക്ക് എന്ത് പറയാ, ഇവിടുന്ന് ഇവിടത്തേക്ക് 2, ഇവിടുന്ന് ഇവിടത്തേക്ക് 2, ഇവിടുന്ന് ഇവിടത്തേക്ക് 2, 2 2 2 3 കഷ്ണാക്കിയില്ലേ, ഇങ്ങനെയും നിനക്ക് വരക്കാം, ഇങ്ങനെയും വരച്ചൂടെ, ഇങ്ങനെയും 3 കഷ്ണാക്കിക്കൂടെ, അങ്ങനെയാക്കാം. ഓക്കെ, ഇത് 3 വന്നുകൊണ്ടാണ് 1 1 1 കൊണ്ട് ഇങ്ങനെ വരച്ചത്. 2 2 2 അങ്ങനെയും വരക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗം എത്ര കിട്ടും, ഈ ഒരു ഭാഗം 1/3. ഈ 2 ഭാഗവും ചേർന്നാലോ വലുതല്ലേ, വലുത് വരുമ്പോ 2/3 ഭാഗം നമുക്ക് കിട്ടും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾക്ക് വേറെയും ഭാഗങ്ങളായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ 1/4 3/4 ഉള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, പേജ് നമ്പർ 65 ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഇതിനെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുക എന്നുള്ളതാണ് പറയേണ്ടത്. ഇതിന്റെ ആൻസറിൽ എന്താണ് വരിക എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത്. ശ്രദ്ധിക്കുക, 2 തരത്തിൽ ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഏത് തരാണ് വരിക, നമുക്കൊരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എത്ര പീസുകൾ അതിനാക്കിയിട്ടുണ്ടെന്നാണ്. എത്രയാക്കിയിട്ടുണ്ട്, 1 2 3 4 5 6 7 8 പീസ് ആക്കിയിട്ടുണ്ട്. ആ 8 എന്ന് പറയുന്നത് താഴെ വരും. ഇനി മുകളിൽ വരുന്നത് എത്രയാണ്, എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അത് ഒരേപോലെയുള്ള 2 പീസ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് വരുന്നത്. അപ്പോൾ 2/8 8ൽ 2 എന്നുള്ളതാണ് ഇതിനെ സൂചിപ്പിക്കുന്ന കാര്യം. 8ൽ 2 എന്ന് പറയുന്നതിനെ ചുരുക്കിയിട്ട് നമുക്ക് എങ്ങനെ കൂടെ പറയാം, നമുക്ക് എങ്ങനെ പറയാം, 8ന്റെ പകുതി എത്ര വരിക, 4 വരും. 2ന്റെ പകുതി എത്ര വരും, 1. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, 1ന്റെ ഡബിൾ വരിക, ഇതിന്റെ ഡബിൾ വന്നാൽ 2 ഒരേപോലെ ഐഡിയ ആക്കിയിരിക്കും. അപ്പൊ 8ൽ 2 എന്ന് പറഞ്ഞാൽ 4ൽ 1 ആണ്. 1/4 ക്വാർട്ടർ ആണ്. എങ്ങനെ മനസ്സിലാവും, ഈ വലിയൊരു സർക്കിളിന് ഈ വട്ടത്തിനെ നോക്കുക, അതിന്റെ 4ൽ 1 പീസാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് അല്ലേ? അപ്പൊ 8ൽ 2 എന്നും 2/8 എന്നും 2/8 എന്നും ഇതിനെ പറയാം. മറ്റൊരു തരത്തില് നോക്കുമ്പോൾ 4 പീസാണ് ആക്കുന്നതെങ്കിൽ അതിനകത്ത് 1 പീസുമാണ്, 1/4 ആണ്, അല്ലെങ്കിൽ ക്വാർട്ടർ ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. ക്വാർട്ടർ അല്ലെങ്കിൽ കാൽഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഐഡിയ മനസ്സിലായല്ലോ, കാൽഭാഗം. ഇനി ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം എണ്ണി നോക്കിയാൽ എത്ര പീസ് ഉണ്ടെന്ന് എണ്ണി നോക്ക്. 1 2 3 4 5 6 7 8 8 പീസ് ഉണ്ട് അല്ലേ. 8 എന്ന് നമുക്ക് താഴെ എഴുതുക. എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് നമുക്ക്, 1 2 3 4 4 എണ്ണം. അപ്പൊ ഇതിനെ 4/8 എന്ന് പറയാം. ഈ 4/8 എന്ന് പറയുന്നതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം, ചുരുക്കിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും. ഇതിന്റെ നേരെ 8ൽ 4 അല്ലേ വരുന്നത്, പകുതിയാണ് വരിക. അതിന് നമുക്ക് 1/2 എന്നും കൂടെ എഴുതാം. നമുക്ക് ടോട്ടലിൽ ഇതിന്റെ ഹാഫ് വരും. കറക്റ്റ് വരുന്നില്ലേ, 8 അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണമെന്നില്ല. ഇനി എങ്ങനെ എഴുതാം, 2 8 അങ്ങനെ ചില കുട്ടികൾക്ക് ഡൗട്ട് വരും. 4 8 എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഹാഫ് എടുക്കുക, പകുതി എടുക്കുക 2, ഇതിന്റെ നേരെ പകുതി എടുക്കുക 4. ഇത് എങ്ങനെ പറയാം, 2/4 എന്നും പറയാം. ഈ പറഞ്ഞിരിക്കുന്നതിന് 2/4 എന്ന് പറയുമ്പോൾ വീണ്ടും ഇതിനെ ഹാഫ് പകുതി എടുത്താൽ ഇവിടെ 1 ആയി, ഇവിടെ എത്രയായി 2 ആയി. ഈ തരത്തിലും ഇതിനെ സൂചിപ്പിക്കാം. അപ്പൊ ഇത് ടോട്ടലിന്റെ ഹാഫ് കൂടെയാണ് വരുന്നത്. 4/8 8ൽ 4 എന്ന് പറഞ്ഞാൽ ടോട്ടലിന്റെ ഹാഫ്. അപ്പോൾ ഇതിനെയും പറയാം, ഇതിനെന്താ പറയാ, ഹാഫ് അല്ലെങ്കിൽ പകുതി അല്ലെങ്കിൽ അര അല്ലേ, അര പകുതി എന്നാണ് ഇതിനെ പറയാം. ഇനി ഇവിടുത്തെ ഭാഗത്തേക്ക് വാ, ടോട്ടൽ എത്ര പീസ് ഉണ്ട് നോക്കിയാൽ, നിങ്ങൾ എണ്ണി നോക്കി ടോട്ടൽ എത്ര പീസ് ഉണ്ട് നോക്ക്. 1 2 3 4 5 6 7 8 പീസ്. ആ 8 പീസ് അതിൽ ഷെയ്ഡ് ചെയ്തത് പെട്ടു, ഷെയ്ഡ് ചെയ്യാത്ത എല്ലാം പെട്ടു. 8 പീസ് ഷെയ്ഡ് ചെയ്ത് എത്ര വരും നോക്കിയാൽ, 1 2 3 4 5 6 6/8. ഇത് നമുക്ക് വേറൊരു തരത്തിൽ എങ്ങനെ പറയാം, 2ന് 6ന്റെ ഹാഫ് എത്രയാണ്, 6ന്റെ പകുതി 3 ആണ്. 8ന്റെ പകുതി എത്രയാണ്, 4. അതിനെങ്ങനെ പറയാം, 3/4 എന്നും പറയാം, 3/4 എന്ന് പറയാം. ഈ 3/4 നമ്മൾ എന്താ പറയാ, 3 ക്വാർട്ടർ. എന്താ പറയാ, 3 ക്വാർട്ടർ ആണ്. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാല് 1/4 ഭാഗം എന്നാണ് ഇതിനെ പറയാം. 1/4 എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്നത്. അതായത് 1/4 ഭാഗം കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഇനി ഈ പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ, ഈ വട്ടത്തെ 12 സമഭാഗങ്ങളാക്കിയിട്ടുണ്ട്, അതിൽ നിറം കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓരോന്നിനെയും നിറം കൊടുത്ത ഭാഗത്തെ 2 തരത്തിൽ വിശദീകരിക്കുക, 2 ഭിന്നസംഖ്യകളായി ചിത്രങ്ങളുടെ ചുവടെയുള്ള കോളങ്ങളിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ സർക്കിളിന് 12 ഈക്വൽ പാർട്സ് ആയിട്ട് 12 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവർ 12 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് എത്ര എഴുതാം? 12 എന്ന് പറഞ്ഞുകൊണ്ട് 12 താഴെ എഴുതാം. നോക്കിക്കോ, എണ്ണി 12 കിട്ടുട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12. ആ 12 നമുക്ക് ഷെയ്ഡ് ചെയ്തത് ആദ്യത്തെ ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തത് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 1 2 3 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 3 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? 3 ഷെയ്ഡ് ചെയ്തില്ല, അപ്പൊ മേലെ 3 എഴുതാം. 12 3 3 അപ്പോൾ 12 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് പറയാൻ പറ്റും? നോക്കിയാൽ ആകെ ഉള്ളതിന്റെ ക്വാർട്ടർ അല്ലേ ഇത്, 4/1 ഭാഗമല്ലേ ഇത്. ശ്രദ്ധിച്ച് മനസ്സിലായോ? അതായത് ഇവിടം വരെ വരുമ്പോ പകുതിയായി അല്ലേ, ഹാഫായി. ഇവിടെ നിങ്ങൾ വരുമ്പോ പകുതി, അതിന്റെയും പകുതിയല്ലേ ഉള്ളത്. അപ്പൊ ഇത് എത്ര വരിക? ക്വാർട്ടർ വരും. ക്വാർട്ടറാണ് വരിക. ഇനി ഇതിൽ നിന്ന് തന്നെ കിട്ടും. നല്ല കുറച്ച് ആലോചിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. നമുക്ക് എന്ത് എഴുതാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. 12 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു ചിത്രം നമുക്ക് തന്നിട്ട് ആ ചിത്രത്തിന്റെ ഇത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ക്വാർട്ടർ ആണ്. ഇത് രണ്ടും ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹാഫ് ആണ്. അപ്പൊ ഈ ഒരു ഭാഗം ഇത്രയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്? ക്വാർട്ടർ. 1/4 കാൽ ഭാഗമാണ് ഇവിടെ വരിക. രണ്ടാമത്തെ ചിത്രത്തിൽ എത്ര ഷെയ്ഡ് ചെയ്തിട്ടറിയോ? 2 മാത്രമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഈ 2 ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര ഭാഗം നമ്മളോട് ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്? 12 എന്ന്. അതിൽ എത്ര നമുക്ക് ചെയ്തിട്ടുള്ളത്? 2. അപ്പൊ 2/12 12 2 ഭാഗം. ഇവിടെ നമുക്ക് ഈസിയാണ്. എന്താണെന്നറിയോ? 2ന്റെ പകുതി എടുക്കുക, എത്ര? 1 വരും. 12ന്റെ പകുതി എടുക്കുക, എത്ര കിട്ടും? 6. അപ്പൊ 2/12 എന്ന് പറയുന്നത് 2/12 1/6 ഈക്വൽ ആണ്. 2ന്റെ ഹാഫ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടി. ഇവിടെ ഹാഫ് 12 എടുക്കാൻ പറ്റും, പക്ഷെ 3ന്റെ ഹാഫ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 3 വെച്ചിട്ട് ചെയ്തത്. 1 × 3 3 ആണ്. 4 × 3 12 ആണ്. ഓക്കെ, ഇത് കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു ഐഡിയ വെച്ചിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇതിനെ 2 തരത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തേല് 1 2 3 4 4 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ ടോട്ടൽ എത്ര പാർട്ടാണ് ഉള്ളത്? 12 പാർട്ട്. എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 4 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 2ന്റെ ഹാഫ് എടുത്താലോ? 4ന്റെ ഹാഫ് എത്രയാണ്? 2 ആണ്. 12ന്റെ ഹാഫ് എത്രയാണ്? 6 ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ പറയാം? 2/6 എന്ന് വേണം പറയാം. ഇനി വീണ്ടും വേണമെങ്കിൽ എഴുതാം. 2ന്റെ ഹാഫ് എത്രയാണ്? 1 ആണ്. 6ന്റെ ഹാഫ് എത്രയാണ്? 3 ആണ്. അപ്പൊ നമുക്ക് 2 വിധത്തിലേ പറയേണ്ടതുള്ളൂ. അപ്പൊ ഒന്നുകിൽ ഇതും പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇതും വെച്ചിട്ട് പറയാം. സിമ്പിൾ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയും ചിത്രങ്ങളുണ്ട്. ആ ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഞാൻ പറയാം. ആ സ്ക്രീനിൽ കാണുന്ന ആ ചിത്രത്തിൽ നിങ്ങൾക്ക് എത്ര 12 പാർട്ട് ഉണ്ട്. ആ 12 പാർട്ടിൽ എത്ര ഷെയ്ഡ് എണ്ണി നോക്കിയാൽ 1 2 3 4 5 6 ഉണ്ട്. അപ്പൊ 6 ഷെയ്ഡ് ചെയ്തത് കൊണ്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അടുത്ത ചോദ്യത്തിൽ അടുത്തതിന്റെ എങ്ങനെ പറയാൻ പറ്റും? 6 ആണ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 6 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എത്ര പാർട്ടാണ് ഉള്ളത്? 12 പാർട്ട്. അപ്പൊ 12 പാർട്ടിൽ 6 ആണ് ചെയ്തത്. നോക്കെ, 12 പാർട്ട് ഉണ്ട്, അതിൽ 6 ഷെയ്ഡ് 6 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഇങ്ങനെയാണല്ലോ വരിക. അപ്പൊ 12ൽ 6 നിങ്ങൾക്ക് മനസ്സിൽ പറയാൻ പറ്റൂലേ? എത്രയാണെന്ന് പറയാൻ പറ്റൂലേ? എങ്ങനെ? 12ൽ 6 എന്ന് പറഞ്ഞാൽ ആർക്ക് തുല്യാണ്? നേരെ പകുതിയല്ലേ വരുന്നത്. നേരെ പകുതി വരുമ്പോ ഹാഫിന് ഈക്വൽ ആയിരിക്കും. ഇതിന്റെ നേരെ പകുതിയാണ് മുകളിൽ, ഹാഫ് ആണ് മുകളിലെങ്കിൽ അതിന് നമുക്ക് ഈസി ആയിട്ട് 1/2 എന്ന് എഴുതാം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ഓക്കെ, 5/10 ആണെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ എത്ര ഷെയ്ഡ് ചെയ്ത് നോക്കിയാൽ 1 2 3 4 12. ആ 12ൽ 9 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ 9. അപ്പൊ 12 ഉണ്ട്, അതിൽ 9 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇതിനെ നേരെ പകുതി എടുക്കാൻ പറ്റില്ലല്ലോ. പകുതി എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 3നെ കൊണ്ട് നമുക്ക് നോക്കാം. 3നെ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക്
നമുക്ക് എത്ര കിട്ടും? ഇതാ അവിടെ ഇപ്പം നിങ്ങൾക്ക് 9/12 അല്ലേ, 12/9. അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചിത്രത്തിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചിത്രത്തില് നോക്കൂ കുട്ടികളെ, ഇങ്ങനെയുള്ള ചിത്രത്തില് ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എത്ര വരിക? 1/4, 1/4 ആണ് വരിക. 4ൽ 1 ഭാഗമല്ലേ വരിക. അപ്പൊ ഇതെത്ര ഭാഗം ഉണ്ടാവും? 4ൽ 3 ഭാഗം ഇതുണ്ടാവും. 4ൽ 3 ഭാഗം, 4ൽ 1 ഭാഗം ഇതാണെങ്കിൽ 4ൽ 3 ഭാഗമാണ് അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 12ൽ 9 എന്ന് പറഞ്ഞാൽ 4ൽ 3 ആണ്. അപ്പൊ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ 9ന് ആവില്ല. അപ്പൊ നമ്മൾ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 12ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 കിട്ടും. 9ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 3 × 3 ആണ് 9, 4 × 3 ആണ് 12. ഓക്കെ, ഈ ചിത്രം നോക്കിയിട്ട് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശ്രദ്ധിക്കുക, ഇത് മനസ്സിലാക്കുന്ന കുട്ടിക്ക് അത് വേഗം കിട്ടും. ശ്രദ്ധിക്കുക കുട്ടികളെ, നോക്കുക. ഈ ചിത്രത്തില് ഈ ഭാഗമാണ് ഷെയ്ഡ് ചെയ്തെങ്കിൽ നിങ്ങൾ എത്ര പറയണം? 1/4. കാരണം 4ൽ 1 ഭാഗമാണിത്. ഇവിടം വരെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പറയണം? നിങ്ങൾ 2ൽ 1 ഹാഫ് ഭാഗം ഷെയ്ഡ് ചെയ്തു, പകുതി ഷെയ്ഡ് ചെയ്തു. ഇവിടം വരെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പറയണം? 1, 2, 3 ക്വാർട്ടർ അല്ലെ. അപ്പൊ അത്ര വരും? 4ൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. അപ്പൊ ഈ ഒരു ഐഡിയ അറിയെങ്കിൽ ഈസി ആയിട്ട് അതിന്റെ ആൻസർ എഴുതാൻ പറ്റും. ലാസ്റ്റിൽ നമുക്ക് 12 പാർട്ടായിരുന്നത്, അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 8 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 12ൽ 8 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചുരുക്കാലോ, 2ന് ഹാഫ് എഴുതാൻ പറ്റില്ലേ? 8ന്റെ ഹാഫ് എത്ര? 4. 12ന്റെ ഹാഫ് എത്ര? 6. ഓക്കെ, ഇനി വീണ്ടും വേണമെങ്കിൽ എഴുതാം. 4ന്റെ ഹാഫ് എത്ര? 2. 6ന്റെ ഹാഫ് എത്ര? 3. അപ്പൊ ഇതിന് ഈ 2 ഇഷ്ടമുള്ള തരത്തിൽ നമുക്ക് എഴുതി പറയാൻ പറ്റും. 2ന് പകുതി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഈസി ആക്കിയിട്ട് എഴുതുക. ഓക്കെ. അപ്പൊ ആ പ്രോബ്ലവും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പേജ് നമ്പർ 66 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, സമചതുരം തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് അതിനെ 8 ഭാഗങ്ങളാക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രത്തില് 1/8ന് 8ൽ 1 ഭാഗത്തിന് റെഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് കളർ കൊടുക്കണം. 8ൽ 1 ഭാഗത്തിന്, 8ൽ 1 ഭാഗം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഭാഗം എന്ന് പറഞ്ഞു? 8 ഭാഗമുണ്ട്. അപ്പൊ 8ൽ 1 ഭാഗത്തിനാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ 8ൽ 1 ഭാഗം, ഇത് 8ൽ 1 ഭാഗമാണല്ലോ, 1 ഭാഗം ഇത്. ആ ഭാഗത്തിന് ഞാൻ എന്ത് കളർ കൊടുത്തു? ഇവിടെ ഞാൻ കൊടുത്തു റെഡ്, ചുവപ്പ് കളർ കൊടുത്തു. ഓക്കെ, ചുവപ്പ് കളർ ഞാൻ അവിടെ കൊടുത്തു. ഇനി അടുത്തത് 1/4 ഭാഗത്തിന് ഗ്രീൻ. 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 4ൽ 1 ഭാഗമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ ഒന്ന് മനസ്സിലാക്കണം, ഈ മോഡലാണ് വരുന്നതെങ്കിൽ ഇതാ ഇവിടെ വരുമ്പോൾ ഇത് ഹാഫായി ഇങ്ങനെ വരച്ചാല് ഈ ഭാഗമാണ് എന്ത് വരിക? ക്വാർട്ടർ. മനസ്സിലായില്ലേ? 1/4 ഭാഗം വരുന്നത് ഇത്ര ഭാഗമാണ് വരിക. ഈ രൂപത്തിലാണ് വരുന്നത് എങ്കിൽ 1/4 ഭാഗം വരിക ഇങ്ങനെയായിരിക്കും. അപ്പൊ ഈ ഭാഗത്തിനാണ് എന്ത് കൊടുക്കേണ്ടത്? ഗ്രീൻ കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന് 2നും കൂടെ കൊടുക്കണം. ഏത് കളർ കൊടുക്കുക? ഇതിന് 2 കളറിനും കൂടിയിട്ട് എന്ത് കൊടുക്കുക? ഗ്രീൻ. ഞാനിവിടെ ഗ്രീൻ എഴുതുന്നല്ലോ, ഗ്രീൻ കളർ കൊടുത്തിട്ടില്ല, നിങ്ങൾ അത് കൊടുക്കുക. ഇനി അടുത്തത് എന്താണ് പറഞ്ഞത് അറിയോ? 1/2 ബ്ലൂ, 1/2 ബ്ലൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിന്റെ 2ൽ 1 ഭാഗം, ഈ ഫുൾ ചിത്രത്തിന്റെ 2ൽ 1 ഭാഗം 1/2 എത്ര വരും? നോക്കുക, ആ ചിത്രം ഞാനിവിടെ വരക്കാം. ഈ ചിത്രത്തിന്റെ 2ൽ 1 ഭാഗം എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇങ്ങനെ നേരെ പകുതി വരും. ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം. ഇങ്ങനെ തന്നെ വരണമെന്നില്ല, എന്ത് ചെയ്താൽ മതി? ഇതാ ഇങ്ങനെയുള്ള ഒരു ചിത്രത്തിന് 2ൽ 1 ഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരക്കാം. ഇതും 2ൽ 1 ഭാഗമാണ്. 1/2 ആണ് ഇതും 1/2. എന്തുകൊണ്ട് ഇങ്ങനെ വരക്കാൻ പറ്റില്ല? കാരണം എന്താ അറിയോ? ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഗ്രീൻ ഓൾറെഡി പെയിന്റ് ചെയ്തിട്ടുണ്ട്. പെയിന്റ് ചെയ്യാത്തതിനെ ഇത്ര പോലെയേ ഉള്ളൂ. അപ്പൊ ഹാഫ് എന്ന് പറയുമ്പോൾ ഏത് തന്നെ എടുക്കണം? ഈ ഭാഗം തന്നെ എടുക്കണം. ഏത് ഭാഗം? ഈ ഭാഗമാണ് ഹാഫ് വരുന്നത്. അപ്പൊ എന്താണ് കളറ്? ബ്ലൂ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഈ ഭാഗം ഫുള്ളാണ് എന്തെടുക്കേണ്ടത്? ബ്ലൂ കളറിൽ കൊടുക്കണം. ബ്ലൂ എന്ന് പറഞ്ഞാൽ നീല നിറത്തിൽ കൊടുക്കണം. നീല, ഇത് പച്ച, ഇത് ചുവപ്പ്. ഓക്കെ, ഇവിടെ കൊടുത്തു. ഇനി നിങ്ങളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചറിയോ? ഇവർ ക്വസ്റ്റ്യൻ ചോദിച്ചത് നിറമില്ലാത്ത ഭാഗം ഏതെങ്കിലും ഉണ്ടോ?
ഈ കൊടുത്തതില് പെയിന്റ് അടിക്കാത്ത കളർ കൊടുക്കാത്ത ഭാഗം ഉണ്ടോന്ന്? ഉണ്ടല്ലോ. ഏതാണ് കളർ കൊടുക്കാത്ത ഭാഗം? ഇത് ഉണ്ടല്ലോ. ചോദ്യം എന്താണ്? ഉണ്ടോ? അപ്പൊ നമ്മൾ എന്ത് പറയാ? ഉണ്ട്. ഒന്നാമത്തെ ആൻസർ ഉണ്ട്. യെസ്. ഉണ്ട് എന്ന് പറഞ്ഞാല് യെസ്. കളർ അല്ലെ, വിത്തൗട്ട് കളർ വരുന്ന പോർഷൻ ഉണ്ടോ? ഉണ്ടോ ചോദിക്കുന്നത്? ഉണ്ട്. യെസ്. അത് റെക്റ്റാങ്കിളിന്റെ ഹൗ മെനി പാർട്സ്, എത്ര ഭാഗമാണ്, ചതുരത്തിന്റെ എത്ര ഭാഗമാണ് ഇത് എന്നാണ് ചോദിക്കുന്നത്. ഇത് ചതുരത്തിന്റെ എത്ര ഭാഗമാണ്, ഈ സ്ക്വയറിന്റെ എത്ര പാർട്ടാണ് ഇത്. അപ്പൊ എന്ത് എണ്ണിയാൽ മതി? ടോട്ടൽ എത്ര പാർട്ടാണ് ഉള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? 8 പാർട്ട് ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. ആ 8 പാർട്ടില് ഒരു പാർട്ടല്ലേ ഇത് വരുന്നത് അല്ലേ. അപ്പോ രണ്ടാമത്തെ ആൻസർ നമുക്ക് എത്ര കിട്ടും? രണ്ടാമത്തെ ആൻസർ എത്ര ഭാഗമാണ് കളർ ഇല്ലാത്തതിൻ്റെ? ഈ 8ൽ ഒരു ഭാഗം. 8ൽ ഒരു ഭാഗം. 8 കണ്ട് മനസ്സിലായില്ലേ? 8 കഷ്ണമുണ്ട്. അതിലൊക്കെ ഒരു കഷ്ണമാണ് വെള്ള ഉള്ളത്, പെയിന്റ് ഇല്ലാത്തത്. അപ്പൊ 1/8 ആണ് രണ്ടാമത്തതിന്റെ ആൻസർ. മൂന്നാമത്തത് അത് ഭിന്ന സംഖ്യയായി എഴുതുക. ഓ, അപ്പൊ കറക്റ്റ്. അപ്പൊ രണ്ടാമത്തെ ഉത്തരം എത്ര ഭാഗമാണ് എന്നുള്ളതല്ലേ ചോദിച്ചത്. അപ്പൊ 8ൽ ഒരു ഭാഗം. 8ൽ ഒരു ഭാഗം. 8ൽ ഒരു ഭാഗമാണ്. അതിനെ ഭിന്നസംഖ്യ ആക്കിയിട്ട് എഴുതുക. മൂന്നാമത്തേന് എത്ര എഴുതുക? 1/8. അപ്പോൾ അതിൻ്റെയും ആൻസർ ആയി കഴിഞ്ഞു. ശ്രദ്ധിക്കണേ, ഇത് ക്വാർട്ടർ ആണ്, ഇങ്ങനെ വരുന്നത് ഹാഫ് ആണ്. ഓക്കെ, ശരി. അപ്പോൾ അതാണ് ഉള്ളത്. 8ൽ എത്ര ഭാഗം ഉണ്ട് വെച്ചാൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മതി. അത് ചതുരത്തിന്റെ എത്ര ഭാഗമാണ്? 8ൽ ഒരു ഭാഗം. അപ്പൊ എന്തെഴുതാം? 1/8. അതിനെ എഴുതുമ്പോൾ ഭിന്ന സംഖ്യയാക്കിയിട്ട് എഴുതുക എന്ന് പറഞ്ഞ അർത്ഥം 1/8. അത് ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അതിലത്തെ ലാസ്റ്റ് പാർട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അത് വളരെ സിമ്പിൾ ആണ്. എന്ത് പറഞ്ഞാല് ഇനി ഇപ്പം പറഞ്ഞത് എന്താ? വെറും പാർട്ട് നമ്പർ മാത്രമാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ. ഒരു ഭാഗമുള്ള സംഖ്യയുടെ ഭാഗമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കൂ കൂട്ടുകളെ. ഇവിടെ നോക്കൂ, ഇങ്ങനെയുള്ള ഒന്നുണ്ട്. ഇവിടെ നോക്കൂ, ഇങ്ങനെയുള്ളതില് ഇത് ഫുള്ള്, ഇത് ഫുള്ളുണ്ട്. ഇത് നോക്കുക, ഇവിടെ വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാൽ എത്രയാവുന്നു? ഇതും കൂടെ ചേർന്നാൽ എത്രയാവുന്നു? അപ്പൊ ഇതെത്രയാണ്? 1 ആണ്. ഇത് ഫുൾ ഉണ്ടാകുമ്പോൾ 1 ആണ്. ഇവിടെ എത്രയാണ്? ഹാഫാണ് അല്ലെ. ഇത് ഹാഫ് അല്ലേ? നീല ഹാഫാണ്. അപ്പൊ രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. 1/2. 1/2. 1.5. വായിക്കല് 1.5. ഓക്കെ, 1.5. 1/2 എന്നെഴുതും. അങ്ങനെയാണ് എന്റെ കുട്ടികൾ പറഞ്ഞോളൂ. ഒന്നിങ്ങനെയുണ്ട്, ഒന്നിങ്ങനെയുണ്ട്, ഒന്നിങ്ങനെയുണ്ട്. ഇത് ഫുള്ളുണ്ട്, ഇത് ഫുള്ളുണ്ട്. ഇത് ഇവിടം വരെ മാത്രം. ഇങ്ങനെയാണ്, ഇവിടം വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെങ്ങനെ പറയല്ലേ? ഇതെത്രയാണ്? 1 ആണ്. ഇതെത്രയാണ്? 1 ആണ്. ഇതെത്രയാണ്? ക്വാർട്ടറാണ് അല്ലേ. 4ൽ ഒരു ഭാഗല്ലേ, 1/4 ഭാഗല്ലേ അതുള്ളത്. അപ്പൊ 1 1 2, 2ഉം ക്വാർട്ടറും ചേർന്നാൽ അതിനെങ്ങനെ എഴുതും? ഈ മോഡലില് എഴുതും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. ഒരു ഫുള്ളും ഒരു ഇത്ര വരുമ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ട് എഴുതണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഹാഫ് ഏത്, ക്വാർട്ടർ ഏത്, 3/4 ഏത്, അര ഏത്, കാലേത്, മുക്കാൽ ഏത് എന്നുള്ളത് കൃത്യമായ ഒരു ധാരണ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, റൗണ്ടിലാണ് വരുന്നതെങ്കിൽ ഇത് ഹാഫ്, അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ക്വാർട്ടർ. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ട് നോക്കൂ കുട്ടികളെ, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എത്ര? ഇത് എത്ര? 3/4. ശ്രദ്ധിക്കണേ, ഇത് ഹാഫ്, ഇത് ക്വാർട്ടർ, ഇത് 3/4, മുക്കാല്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിലത്തെ എക്സസൈസ് ഞാൻ പറയുകയാണ്. നോക്കിക്കോ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സസൈസ് കണ്ടോ? ഇതാ ഞാൻ ചോദ്യം പറയാം. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്? ഇതാ നോക്കിക്കോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. ഒരു ബോൾ ഫുള്ളുണ്ട്, ഒരു റൗണ്ട് ഫുള്ളുണ്ട്, മറ്റേതിന്റെ ക്വാർട്ടർ ഉണ്ട് അല്ലേ. അതിലുള്ളത് ഇങ്ങനെയുണ്ട്,
പിന്നെ രണ്ടാമത്തേൽ എങ്ങനെയാണുള്ളത്? രണ്ടാമത്തേൽ ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് 1 ആണ്, ഇത് ക്വാർട്ടർ ആണ്. ഇത് രണ്ടും കൂടെ ചേർത്താല് 1/4 എന്ന് പറയുന്ന കിട്ടും. രണ്ടാമത്തേൽ എങ്ങനെയാണെന്ന് അറിയോ? ഒരു ഫുൾ ഉണ്ട്. രണ്ടാമത്തേൽ എന്തുണ്ട്? ഇതാ ഇങ്ങനെയാണുള്ളത്. നിങ്ങൾ ഉത്തരം പറയണം. ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെ എങ്ങനെ വരിക? ഇത് 1 ആണ്. ഇത് എത്രയാണ്? എത്ര പീസ്? 3 പീസ്. 3 പീസിൽ ഒരു പീസ് അല്ലേ ഇത്? അപ്പൊ രണ്ടും കൂടെ ചേർത്താൽ 1/3. 1ഉം 3-1 ആയിട്ട് ഇത് മാറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തുണ്ട് അറിയോ? 2 റൗണ്ട് ഉണ്ട്. 2 റൗണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ക്വാർട്ടർ തന്നിട്ടുണ്ട്. ഒരു ക്വാർട്ടർ. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? 2 1/4. ഐഡിയ മനസ്സിലായ? അടുത്ത് 3 തന്നിട്ടുണ്ട്. അപ്പൊ എത്ര വരും? 3. ലാസ്റ്റിൽ എത്ര നോക്കിയാൽ എത്ര പാർട്ട്? 6 പാർട്ട്. 6ൽ ഒരു പാർട്ടാണ് ലാസ്റ്റ് നിങ്ങൾ കാണുന്നത്. അപ്പൊ എത്ര കിട്ടും? ആ ലാസ്റ്റ് ചോദ്യം നിങ്ങളവിടെ കണ്ടില്ലേ? അപ്പൊ എത്ര കിട്ടും? 3 റൗണ്ട് ഉണ്ട്. 3 റൗണ്ട് പറയുമ്പോൾ എത്രയായി? 3 ആയി. നാലാമത്തേൽ എത്രയുണ്ട്? നാലാമത്തേൽ നിങ്ങൾക്ക് കാണാം 6 പീസില് എത്ര പീസ് റൗണ്ട് ചെയ്തിട്ടുണ്ട്? ഒറ്റ പീസ്. അപ്പൊ എത്രയായിട്ടും? 6ൽ 1. 3 1/6. ഈ രണ്ടും കൂടെ ചേരുന്നതാണ് അടുത്ത ടൈപ്പ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. രണ്ടും കൂടെ നമ്പറും ഉണ്ടാവും, അതേപോലെ ബൈയിലെ നമ്പറും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ട കുട്ടികളെ ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അവ കൃത്യമായി പഠിക്കാൻ ഒന്നും കൂടെ പറയുന്നു. ഈ പാർട്ട് നമ്പർ ഭാഗസംഖ്യകളിൽ നമ്മൾക്ക് വരുന്ന കാര്യം ആകെ എത്ര പാർട്ട് ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. അത് താഴെയുള്ള നമ്പറാക്കിയിട്ട് എഴുതുക. അതിന് മുകളിലൊരു വര വരുന്നുണ്ട്, ലൈൻ വരുന്നുണ്ടല്ലോ. മുകളിൽ വരുന്നത് ഷെയ്ഡ് ചെയ്തത് എത്രയുണ്ട് എന്ന് പറയാം. അതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ ക്വാർട്ടർ എത്ര ഭാഗം വരുന്നതാണ്, കാൽഭാഗം, അരഭാഗം എങ്ങനെ വരുന്നതാണ്, അത് നമ്മളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവണം. 3/4 മുക്കാൽ ഭാഗം എങ്ങനെ വരുന്നതാണ് എന്നറിയണം. പിന്നെ ഹാഫിനെ തന്നെ, അരഭാഗത്തെ തന്നെ, പകുതിയെ തന്നെ 2-3 തരത്തിൽ മാറ്റി എഴുതാൻ പറ്റും അല്ലേ? പകുതി വരുന്ന സമയത്ത് എന്താ? താഴത്തതിന്റെ നേരെ ഹാഫ് മുകളിൽ വരുമ്പോൾ അതിന്റെ വില എപ്പോഴും 1/2 ഹാഫ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ശരിയായ ധാരണയോട് കൂടിയിട്ട് മനസ്സിലാകുന്ന സംശയമുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതിന്റെ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. ബൈ.